അല്ലല്ലോ. അച്ഛനമ്മയെ ഉപേക്ഷിച്ച് ഒരു പെണ്ണിന് വേണ്ടി വീടിട്ട് ഇറങ്ങിയതാ മോന് എന്നാ പറഞ്ഞേക്കുന്നത് എൻ്റെ അടുക്കൽ. അപ്പോൾ പെണ്ണിന് വേണ്ടി വീട് വിട്ട് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. പെണ്ണിന് വേണ്ടി നമ്മൾ വീട് വിട്ട് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ നമ്മളാടെ രീതിയിൽ ജീവിക്കുമ്പോൾ ആ പെണ്ണ് നമ്മുടെ ഉള്ളത് അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ചേട്ടാ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നേ. എനിക്ക് ഒത്തിരി നാളുകൊണ്ട് ഒരു പെങ്കൊച്ചിനെ ഇഷ്ടമാണ്. ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഞാൻ വീട്ടിൽ നിന്ന് ആരും അറിയാതെ ഇറങ്ങിയത് എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. എനിക്കൊരു 100 കൊണ്ട് തരാൻ പറ്റുമോ? ഒരു പൈസ തരാം. എനിക്കൊരു ജോലിയുണ്ട്. ഇനി വൈകിട്ട് 4 മണിയാകുമ്പോൾ പോകും. 4 മണിയാകുമ്പോൾ സമയം എന്തുവാ ഇപ്പോൾ? ഇപ്പം 3:30 4 മണിക്ക് പോകും. 4 മണിക്ക് പോയി 2 മണിക്കൂർ ജോലിയുണ്ട്. വേറെ ഒന്നും കക്കൂസ് പോകാണ്. ആണല്ലേ? 4 മണിക്കാകുമ്പോൾ ചേട്ടാനാ പറഞ്ഞേക്കുന്നത്. അത് പോയിച്ച് വന്നാലേ ഉണ്ട്. ചേട്ടൻ ജോലിക്ക് പോയിട്ട് എപ്പോൾ വരും ചേട്ടൻ? പോയിച്ച് പോയിട്ട് 6:30 ആകുമ്പോഴത്തേനും ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ പൈസ തരാം. അല്ലാതെ ഒരു മാർഗ്ഗവും ഇല്ല. ആണോ? ചേട്ടൻ ഭക്ഷണം വല്ലതും കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഞാൻ പൊതി ചോറ് മേടിച്ച് കഴിച്ചാൽ. ആണല്ലോ. സെറ്റാവും ചേട്ടാ അവളൊരു റിപ്ലൈ. അതിനെപ്പറ്റി അറിയില്ല. അതിപ്പോൾ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ഒരാളെ തന്നെ വേണമെന്നും പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ കാലഘട്ടം ഒന്നൊക്കെ അറിയായിരുന്നു. എവിടെയെങ്കിലൊക്കെ പോയി പണിയെടുത്ത് സെറ്റായിട്ട് നാട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. അങ്ങനെ നമ്മളിപ്പോൾ പെട്ടെന്നങ്ങ് ഒരു പെണ്ണിന് വേണ്ടി നമ്മൾ നാട് വിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. നിൽക്കാൻ വയ്യ ചേട്ടാ. ഉറങ്ങാൻ കിടങ്ങുമ്പോഴൊക്കെ അവരുടെ കാര്യം ആലോചിക്കുന്നത്. ഉറങ്ങാൻ പറ്റുന്നൊന്നുമില്ല. അത് ഞാൻ പറയട്ടെ മോനെ, അവക്ക് പൂർണ്ണ മനസ്സ് ആണോ? ഇഷ്ടമാണോന്ന് അറിയാൻ പാടില്ലായിരുന്നു ചേട്ടാ. പൂർണ്ണ മനസ്സ് ഇങ്ങോട്ട് നോക്കണം. നമ്മളെ കൊള്ളാൻ പറ്റില്ല. നമുക്കിപ്പം പിന്നെ മൊബൈലുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളൊക്കെ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്നതാണ് മൊത്തം. ഒരു വട്ടം ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലൊന്നുമില്ല. ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റുന്ന ഒരു യുഗത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നിനെ കാണുമ്പോൾ ഒരു പുഞ്ചിരി ഇത് കാണും. പക്ഷെ നാളെ അത് ഉണ്ടാവും എന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, 6-7 മണിക്കുള്ളിൽ ഞാനിപ്പോൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ 100 അല്ല 200 രൂപ തരും ആ ജോലി സെറ്റ് ആകുകയാണെങ്കിൽ. അല്ല എൻ്റെ മാർഗ്ഗമില്ല. നമ്മുടെ പരസ്പരം ഹൃദയമാണ് മാറുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ആവും. ഈ 63 കൊല്ലമായില്ലേ നമ്മൾ. അപ്പോൾ നമ്മളെ ആ കാലഘട്ടമല്ല നിങ്ങളുടെ ഇപ്പം ജീവിതം. ചേട്ടാ പിന്നെ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. ക്യാമറ അവിടെ ഉണ്ട്. ചേട്ടൻ അങ്ങോട്ട് നോക്കി ഒരു ഹായ് കാണിച്ചു. പറ്റിക്കാൻ ഏതായാലും തന്നെ നിങ്ങളിപ്പം പറഞ്ഞത് ഇത്രയും കാര്യമുള്ളൂ എനിക്കറിയാവുന്നത്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അങ്ങനെ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. ചേട്ടൻ പറഞ്ഞ എല്ലാം ശരിയാ. ഈ ചേട്ടൻ വെച്ചൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചായ അടിച്ചു കേട്ടോ. ചേട്ടാ അടിപൊളി കേട്ടോ. ഞാൻ ഇവിടുന്ന് പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ ഞാൻ പണിക്ക് പോയിട്ട് വന്നിട്ട് പൈസ തരാന്നൊക്കെ. തീർച്ചയായിട്ടും പറയാം. ഇപ്പം ഞാൻ പോവാ മോനെ, ഒരു കക്കൂസ് പോയ കൊള്ളാരും പറയാമല്ലോ. ഒരാൾ പറഞ്ഞു നിൽക്കുന്ന കുട്ടിയല്ല 4 മണിക്ക് എല്ലാം പറയാം. അത് പോയി അത് കിട്ടുമ്പോൾ പൈസ തരാമെന്നാണ് പറഞ്ഞത്. അല്ല പൈസ തരത്ത് എൻ്റെ ഇല്ലിപ്പോൾ. ചേട്ടാ അടിപൊളി കേട്ടോ. ചേട്ടനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ ചേട്ടാ, താങ്ക്സ്. ഓക്കെ.